ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭഗവത്ഗീത ചാപ്റ്റർ 3 കർമ്മയോഗം ശ്ലോകം 4 നോക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ധ്യാനം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്ലോകം ചൊല്ലാം. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നച സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഒരിക്കൽ കൂടെ ചൊല്ലാം. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നച സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അപ്പോൾ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാം. ന കർമ്മണാം അനാരംഭാത് എന്ന് പറഞ്ഞാൽ കർമ്മമൊന്നും ചെയ്യാൻ തുടങ്ങുന്നില്ല. അനാരംഭാത്, ആരംഭാത് തുടങ്ങുക, അനാരംഭാത് തുടങ്ങുന്നില്ല. ന കർമ്മണാം അനാരംഭാത് കർമ്മമൊന്നും ചെയ്യാൻ തുടങ്ങുന്നില്ല. പുരുഷ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. നൈഷ്കർമ്മ്യം ന അശ്നുതേ, നൈഷ്കർമ്മ്യം പ്രാപിക്കുന്നില്ല. സന്യാസനാഥ് എന്ന് പറഞ്ഞാൽ സന്യാസനാഥ് കർമ്മങ്ങളെ ത്യജിച്ചു, അതാണ് സന്യാസം, കർമ്മങ്ങളെ ത്യജിക്കുക. സന്യാസനാഥ് ഏവ, സന്യാസനാഥ് ഏവ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ ത്യജിച്ചു എന്നതുകൊണ്ട് സിദ്ധിം, സിദ്ധിയെ, ന സമധി ഗച്ഛതി പ്രാപിക്കുന്നില്ല, സിദ്ധിയെ പ്രാപിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നൈഷ്കർമ്മ്യ സിദ്ധിയെക്കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നു. ജ്ഞാനം നരന്മാർക്കുണ്ടാകും പാപകർമ്മക്ഷയത്തിനാൽ, അത് കണ്ണാടിയിൽ പോലെ തന്നിൽ തന്നെത്താൻ കണ്ടിടും പടി എന്ന് മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് പാപകർമ്മങ്ങൾ, നമ്മുടെ ചിന്തകളാണ് ശരിക്കും പറയുകയാണെങ്കിൽ പാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിന്തകൾ ക്ഷയിക്കുമ്പോൾ, അതുകൊണ്ടാണ് നാമജപത്തിലൂടെ ഈ ചിന്തകൾ, പാപങ്ങൾ ക്ഷയിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ പാപകർമ്മങ്ങൾ ക്ഷയിക്കുമ്പോഴാണത്രേ ജ്ഞാനം ഉണ്ടാവുക. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള ഒരു കാര്യമല്ല, അറിവ് എന്നാണ് നമ്മൾ ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ അറിവ് മാത്രമല്ല, ആ ഈ പ്രപഞ്ച സത്യത്തെക്കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുക. അപ്പോൾ പൂർവ്വകർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയ കുറേ ചിന്തകളുണ്ട്. അതിനെയാണ് വാസന എന്ന് പറയുന്നത്. വാസന മാലിന്യങ്ങൾ എന്നൊക്കെ പറയും. ഈ വാസന മാലിന്യങ്ങളാണ് നമ്മൾ ഈ മായാ പ്രപഞ്ചത്തിലിട്ട് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വാസനകൾ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ചിന്തകൾ മോശമായിരിക്കും. പിന്നെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടും. അപ്പോൾ എന്താണെന്ന് നമുക്ക് സമാധാനം കുറയും. അപ്പോൾ നല്ല ചിന്തകളുള്ളവന് മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ. ഇതൊരു വലിയൊരു ലോകത്തിൻ്റെ, ഒരു പ്രപഞ്ചത്തിൻ്റെ തത്വമാണ്. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക്, ഇനി വരുന്ന ജനറേഷന് എങ്ങനെ അവരുടെ ചിന്തകളെ നന്നാക്കാം, ഇങ്ങനെ നമ്മൾ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കാത്തതാണ് നമ്മുടെ ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം നമ്മളിനി എങ്ങനെ നമ്മുടെ കുട്ടികളെ ജീവിതം പഠിപ്പിക്കണ്ടേ? ഈ ജീവിതം പഠിപ്പിക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കണം. അതാണ് നമ്മുടെ യോഗയൊക്കെ. ശരീരവും മനസ്സും ബുദ്ധിയും ഇത് മൂന്നിനെയും കൂടെ സമന്വയിപ്പിക്കുന്ന ഒരു ശാസ്ത്രം ആണ് ശരിക്കും യോഗയൊക്കെ. അപ്പോൾ യോഗ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, മെഡിറ്റേഷൻ, ഇതിലൊക്കെ കൂടെ മനസ്സും ബുദ്ധിയും ചേർന്ന് നിൽക്കുമ്പോൾ പല നല്ല തീരുമാനങ്ങളും എടുക്കാൻ കഴിയും. അപ്പോൾ പറയുന്നത്, അതായത് വാസന നീങ്ങിയാൽ ജ്ഞാനം നേടാം, അറിവ് നേടാം. ഈ പ്രപഞ്ച സത്യത്തെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച്, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് ആ അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിലൂടെ പരമാത്മാവിനെ നേടാം എന്നാണ് പറയുന്നത്. പരമാത്മാവിനെ നേടാമെന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ അറിയാമെന്ന്, അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ പഠിച്ചാൽ ജ്ഞാനം കിട്ടില്ല. ഇപ്പോൾ നമ്മൾ കുറേ ടെസ്റ്റ് പാസ്സായ ജ്ഞാനം ഉണ്ടാവില്ല. അപ്പം ഇവിടെ പറയുന്ന വേദാന്തം പൂർണ്ണത, അതാണ് ഒരു മനുഷ്യൻ പ്രാപിക്കേണ്ട അവസ്ഥ. പൂർണ്ണത എങ്ങനെ പ്രാപിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളെ നാമജപത്തിലൂടെ വാസനകളൊക്കെ നീങ്ങി നല്ല ഒരു ശുദ്ധമായ മനസ്സോടുകൂടി ഭഗവാനെ ധ്യാനിക്കുമ്പോൾ പരമാത്മാവിലെത്താം. അതിലൂടെയാണ് സമചിത്തതയിലേക്ക് എത്തുന്നത്. അതിലൂടെ അത് വീണ്ടും പുരോഗതി പ്രാപിച്ച് പിന്നെ എത്തുന്ന ഒരു സ്റ്റേറ്റിനെയാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ചിന്മയാനന്ദ സ്വാമിയുടെ ഈ ഒരു വ്യാഖ്യാനം, അതായത് ഈ ഗീതയുടെ ഈ വ്യാഖ്യാനത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഞാനതൊന്ന് എടുത്ത് നമ്മളൊന്നിങ്ങനെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഇതൊക്കെ ഒന്ന് അറിയാനൊരു അവസരം, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം നമ്മളെ ശരിക്കും പറയുകയാണെങ്കിൽ ഓരോരുത്തരും പൂർണ്ണരാണെന്ന് പറയുന്നത്, പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മൾ പൂർണ്ണരാണെന്നുള്ള കാര്യം പോലും നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിലെ അജ്ഞത, അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. മായയാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം. അപ്പോൾ ഈ മായയാണ് നമ്മുടെ ശത്രു. അപ്പോൾ ഈ ശത്രുവിനെ നമുക്ക് എങ്ങനെ ഇവിടുന്ന് ഇല്ലാണ്ടാക്കാം? അപ്പോൾ ശത്രുവിനെ ഇല്ലാതെയാക്കാൻ ഒരുപാട് ജോലിയുണ്ട്. ശത്രു അത്ര പെട്ടെന്നൊന്നും പോകുന്ന ആളല്ല. കാരണം ശത്രുവിന് ബലം ഇതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ ശത്രു എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഇട്ട് നമ്മുടെ ഉള്ളിലെ ചിന്തകളെ മോശമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് നാമജപങ്ങളും ഒക്കെ നടത്തി അന്ധകരണം എന്ന് പറയും, അന്ധകരണത്തിനെ ശുദ്ധമാക്കണം. അങ്ങനെ ബാഹ്യലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മുടെ ചിന്തകളുടെ റിസൾട്ടാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ വിചാരിക്കും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കൂട്ടും, ഇതെല്ലാം നമുക്ക് ദുരിതങ്ങളായിട്ട് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല ചിന്തകളിൽ ജീവിക്കാൻ പഠിക്കണം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ കർമ്മത്തിൽ ബന്ധിതരാണ്. നമ്മൾ പല നമുക്ക് ആ ബന്ധനത്തിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല. കാരണം നമ്മൾ അവിദ്യയിലാണ്, അജ്ഞാനത്തിലാണ്. അപ്പോൾ അജ്ഞാനത്തിലൂടെ കാമങ്ങളുണ്ടാവുന്നു. കാമം പല ആഗ്രഹങ്ങൾ, അതിലൂടെ പല സങ്കല്പങ്ങളുണ്ടാവുന്നു. അപ്പോൾ അജ്ഞാനത്തിലൂടെ കാമങ്ങളും, കാമത്തിലൂടെ പല സങ്കല്പങ്ങളും, സങ്കല്പത്തിലൂടെ പല കർമ്മങ്ങളും പ്രകടമാവും. അപ്പോൾ എന്നാൽ നമ്മൾ പക്ഷെ അന്വേഷിക്കേണ്ടത് ആത്മാവിനെയാണ്. ആത്മാവ് ഉള്ളിൽ തന്നെയുള്ളതാണ്. ആത്മാവിനെയാണ് നമ്മൾ പരമാത്മാവ്, ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് അറിയാതെ നമ്മളിങ്ങനെ അമ്പലങ്ങൾ തോറും ഓടി നടക്കുകയാണ്. അമ്പലത്തിൽ പോകണം, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നേടിയെടുക്കാം. പക്ഷേ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഒന്നുമില്ല, അതുകൊണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു ശാസ്ത്രത്തെ മാനിക്കുക. അമ്പലങ്ങൾ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുന്ന കേന്ദ്രങ്ങളാണ്. നമ്മുടെ മനസ്സിനെ നല്ല ചിന്തയിലേക്ക് നയിക്കുന്ന കേന്ദ്രങ്ങളാണ്. നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കുന്ന കേന്ദ്രങ്ങളാണ് അമ്പലം. ആ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ ആത്മാവിലേക്കുള്ള ഒരു വഴി നമുക്കത് കാണാൻ കഴിയും. അതാണ് ആത്മാവ്, ഈശ്വരൻ, അതാണ് ഈശ്വരൻ, അതാണ് തത്വമസി എന്നാണ് ആ വിഗ്രഹം നമ്മളോട് പറയുന്നത്. ഓരോ വിഗ്രഹവും നമ്മളോട് തത്വമസി, അത് നീ അന്വേഷിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ, അത് നീ തന്നെയാണ്, നിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് ആ ഓരോ ബിംബവും ഓരോ വിഗ്രഹവും നമ്മളോട് ഒരു ഗുരുവായിട്ട് നമ്മളോട് പറയുന്നു. അപ്പോൾ ആത്മാവ് എന്ന് പറയുമ്പോൾ കാമങ്ങൾ, സങ്കല്പങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതാണ് ആത്മാവ്. ഈശ്വരനാണ് ആത്മാവ്, ആനന്ദ സ്വരൂപനാണ് ആത്മാവ്, ജ്ഞാനസ്വരൂപനാണ്. അപ്പോൾ ആ ആത്മാവിനെ നേടാൻ സന്യാസമാണ് വേണ്ടത്. സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ എല്ലാം എനിക്ക് ഒന്നും വേണ്ട, ഈ വീട്ടിൽ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സിനിമയിൽ ശ്രീനിവാസൻ പോയില്ലേ, എന്നിട്ട് എന്തായി, ഒരു ആശ്രമത്തിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ഇട്ട് എറിഞ്ഞ് പോകാനുള്ളതല്ല. നമ്മളിവിടെ ചെയ്യാനുള്ള എല്ലാ കർമ്മങ്ങളും നന്നായിട്ട് ചെയ്യുമ്പോൾ അത് തന്നെയാണ് സന്യാസം. അപ്പോൾ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ആരും സന്യാസിയാവില്ല, ആരും സിദ്ധി പ്രാപിക്കില്ല. പക്ഷേ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനും പാടില്ല. അപ്പോൾ നമ്മൾ ഈ വ്യാമോഹത്തിൽ ഇങ്ങനെ വഴി തെറ്റി ഇങ്ങനെ അലയാനുള്ള ഇടവരും. നമ്മൾ ആ സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. നല്ല ഡയലോഗൊക്കെ ഉള്ള നല്ലൊരു സിനിമയാണ്, ചിന്താവിഷ്ടയായ ശ്യാമള. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ഐ ഓപ്പണറാണ് ആ സിനിമ. മനുഷ്യന് എങ്ങനെയാണ് വേണ്ടത്, എന്താണ് ആത്മീയ അന്വേഷണം, അല്ലെങ്കിൽ എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും വ്യാമോഹത്തിൽ അകപ്പെട്ട് നമ്മൾ ഈ യുദ്ധരംഗത്തിൽ നിന്ന്, നമ്മുടെ യുദ്ധരംഗം ജീവിതമാണ്, കർമ്മ മേഖലയാണ്, ഇതിൽ നിന്ന് ഓടാൻ പറ്റില്ല.
അർജുനൻ തന്നെ ഇടയ്ക്ക് കുറേ പ്രാവശ്യം പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ സന്യസിക്കാൻ പോകുന്നു കൃഷ്ണ, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒന്നും യുദ്ധം ചെയ്യാൻ വയ്യ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനൻ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ കൃഷ്ണൻ പറഞ്ഞു, നീ അങ്ങനെ പോവരുത്, നീ കർമ്മം ചെയ്യണം, എന്താ പറയുക, നീ നിൻ്റെ കർമ്മത്തിൽ നിരതനാവണം. അപ്പോൾ കർമ്മോന്മുഖരാവാനാണ് ഗീത നമ്മളെ പറയുന്നത്. അതായത് കർമ്മം ചെയ്ത് അന്ധക്കരണ ശുദ്ധി നേടുമ്പോൾ ജ്ഞാനം പ്രകാശിക്കും. ആ ജ്ഞാനമാണ് ആത്മാവ്. ആ ആത്മാവിനെ നേടുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. അതാണ് പൂർണ്ണത. അപ്പോൾ ഇതിങ്ങനെയും ഒരു സിമ്പിളായിട്ടുള്ള ഈ കാര്യങ്ങൾ, പക്ഷേ നമുക്ക് എന്തോ ഒരു നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കാൻ നമുക്ക് ശരിക്കുമുള്ള ഒരു അവസരം കിട്ടിയില്ല. അത് ശരിക്കും വിദ്യാഭ്യാസ കാലത്ത് തന്നെ തുടങ്ങേണ്ടതാണ്. എല്ലാ കുട്ടികൾക്കും അതിനുള്ള അവസരം മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതം അത്ര എളുപ്പമൊന്നും അല്ല. പക്ഷെ എന്നാൽ ജീവിതം എളുപ്പമാണ്. ഈ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്ന രീതിയിൽ നമ്മുടെ ആചാര്യന്മാരുടെ ഉപദേശപ്രകാരം നമ്മുടെ ഒരു നല്ല ചിട്ടയായ ഒരു ജീവിതം കൊണ്ട് നടക്കുകയാണെങ്കിൽ ജീവിതം വളരെ സുന്ദരമാണ്. അങ്ങനെ ആ സുന്ദരമായ ജീവിതം നേടിയെടുക്കാൻ നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരു ഓണക്കാലത്ത് തന്നെ നമുക്കതിനുള്ള ഒരു തുടക്കമിടാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നജ സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.